സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി കംപ്ലീറ്റ്ലി പഠിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിന്റെ 53ാമത്തെ എപ്പിസോഡിലേക്ക് ഓപ്ഷൻസിനെ പറ്റി നമ്മൾ പഠിക്കുന്ന മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴത്തെ പോലെയും ഈ മുഴുവൻ സീരീസിന് ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാ വീഡിയോയും കാണുക, നന്നായി തന്നെ പഠിക്കുക. നമുക്ക് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം, ഒരുമിച്ച് ഗ്രോ ചെയ്യാം. കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നപ്പോൾ ഞാൻ പറയുകയുണ്ടായി, ഓപ്ഷൻസ് എന്ന് പറയുന്നത് ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം റിസ്കി ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളത്. ഒരു തവണ കൂടി ഈ വീഡിയോയിലും ഈവൻ ഇൻഫാക്ട് വരുന്ന വീഡിയോകളിൽ പോലും ഒരു ഡിസ്ക്ലെയിമർ ആയിട്ട് എനിക്ക് ഇത് പറയണമെന്നുണ്ട്. കാരണം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് കുറേയധികം ബിഗിനേഴ്സ്, അതായത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഈ അടുത്ത് മാത്രം വന്നവര്, ട്രേഡിംഗിൽ വളരെ പുതിയതായിട്ടുള്ളവര് വളരെ പെട്ടെന്ന് തന്നെ ഓപ്ഷൻസിലേക്ക് വരുന്നതും അതുകൊണ്ട് തന്നെ വളരെ വലിയ എമൗണ്ട്സിൽ നഷ്ടം വരുന്നതും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്, ഓപ്ഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലും ട്രേഡിംഗിലും കുറച്ച് എക്സ്പീരിയൻസ് വന്നതിന് ശേഷം മാത്രം നിങ്ങൾ ആദ്യം നന്നായി അതിനെ പഠിക്കുക. അതിനുശേഷം നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ റിയൽ ക്യാപിറ്റൽ വെച്ച്, റിയൽ മണി വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഇതിനൊരു ഉപദേശമായിട്ടോ അഡ്വൈസ് ആയിട്ടോ നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. ഉപദേശിക്കപ്പെടുന്നത് പലർക്കും ഇഷ്ടമുള്ള കാര്യവുമല്ല. ഇത് എന്റെ ഭാഗത്ത് നിന്ന് വരുന്ന, നിങ്ങൾക്ക് കുറച്ചെങ്കിലും എന്തെങ്കിലും പഠിപ്പിച്ചു തന്ന ഈ ഒരു ബ്രദറിന്റെ അടുത്ത്, ഒരു സഹോദരന്റെ അടുത്ത് നിന്ന് വരുന്ന ഒരു അഭ്യർത്ഥനയായിട്ട് നിങ്ങൾക്ക് കരുതാൻ പറ്റുന്നതാണ്. നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാതെ ഓപ്ഷൻസ് പോലുള്ള വളരെ റിസ്കി ആയിട്ടുള്ള മേഖലയിലേക്ക് വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ഒരൊറ്റ ട്രേഡിൽ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ മുഴുവൻ തീർന്നു പോയേക്കാം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ക്യാപിറ്റൽ അത്ര പെട്ടെന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾ തന്നെ പറയും, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നതും ട്രേഡിംഗ് എന്ന് പറയുന്നതും എല്ലാം പറ്റിപ്പാണെന്നും ഉടായിപ്പാണെന്നും അതിലേക്കൊന്നും പോകരുതെന്ന് നിങ്ങൾ പറയും. നമ്മൾ തുടക്കത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി നന്നായിട്ട് അറിയാത്ത, അതിനെ നന്നായിട്ട് ഉപയോഗിക്കാത്തവരാണ് നാട്ടിൽ ഓടി നടന്നുകൊണ്ട് ഇതിനെതിരെ മോശം പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കേസിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. നിങ്ങൾ ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ റിസ്ക് മാനേജ് ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള ഇക്വിറ്റി മാർക്കറ്റിൽ, ക്യാഷ് മാർക്കറ്റിലെ ട്രേഡുകൾ എടുത്തുകൊണ്ട്, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, അങ്ങനെ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു 6 മാസം, 1 വർഷം നിങ്ങൾ സർവൈവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോങ് റണ്ണിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ കണ്ടിന്യൂ ചെയ്യാനും പറ്റും. നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസ് ജേർണിയിലെ ഒരു വളരെ വലിയ ഒരു മാറ്റമായി തീരുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ യുക്തിപൂർവ്വം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം കാണുകയും അതിനനുസരിച്ച് മാത്രം നിങ്ങൾ പ്രവർത്തിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അത് മാത്രം പഠിച്ചിട്ട് അത് മാത്രം ചെയ്യുക. അപ്പോൾ നമ്മൾ വളരെ നന്നായിട്ട് ഓപ്ഷൻസിനെ പറ്റി പഠിച്ചു വരികയാണ്. അപ്പോൾ അതിനെ തന്നെ ഒരു പ്ലേലിസ്റ്റ് ആക്കി ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് റിവൈസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസ് കണ്ടിട്ട് വരാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഓപ്ഷൻ ഗ്രീക്സിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓപ്ഷൻ ഡെൽറ്റയെ പറ്റി പഠിക്കുകയുണ്ടായി. ഇന്നത്തെ വീഡിയോയിൽ ഓപ്ഷൻ ഡെൽറ്റയുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെയുള്ള അടുത്ത ഗ്രീക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് ഓപ്ഷൻ ഗാമയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ച് കാണുക. എന്താണ് ഓപ്ഷൻ ഗാമയെന്നും അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഓപ്ഷൻ സെലക്ട് ചെയ്യാമെന്നും മനസ്സിലാക്കാനുമായിട്ട് ദി നെയിം ഈസ് ഷാരിഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു ഫൺഫോളിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓപ്ഷൻ ഗ്രീക്സ് ആയിട്ടുള്ള ഓപ്ഷൻ ഗാമയാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് എന്താണ് ഓപ്ഷൻ ഗ്രീക്സ് എന്നും ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്ഷൻ ഗ്രീക്സ് എന്നുള്ള കാര്യം. ഓപ്ഷൻ ഗ്രീക്സ് എന്ന് പറയുന്നത് ഒരു ഓപ്ഷന്റെ പ്രീമിയത്തിന്റെ വില വ്യത്യാസങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് ഓപ്ഷൻ ഗ്രീക്സ് എന്ന് പറയുന്നത്. അതുപോലെ ഓപ്ഷൻ ഗ്രീക്സ് പല തരത്തിലുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അതിൽ മേജർ 4 എണ്ണമാണ് ഡെൽറ്റ എന്നുള്ളതും, ഗാമ എന്നുള്ളതും, വീഗ എന്നുള്ളതും, തീറ്റ എന്നുള്ളതും നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓപ്ഷൻ ഡെൽറ്റയെ പറ്റി പഠിച്ചു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓപ്ഷൻ ഗാമയെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ മുന്നിലേക്ക് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് എന്താണ് ഓപ്ഷൻ ഗാമ എന്നും അത് എങ്ങനെയാണ് ഓപ്ഷന്റെ പ്രീമിയത്തിനെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ഓപ്ഷന്റെ അണ്ടർലൈയിങ് അസറ്റിന് ഉണ്ടാവുന്ന മൂവ്മെന്റിനനുസരിച്ച് ആ ഓപ്ഷന്റെ പ്രീമിയത്തിൽ എത്ര വ്യത്യാസം വരുമോ അതിനെ കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിനെയാണ് ഡെൽറ്റ എന്ന് നമ്മൾ പഠിച്ചു. ശരിയല്ലേ? അതായത് ദ ഡെൽറ്റ മെഷേഴ്സ് ഹൗ ആൻ ഓപ്ഷൻസ് വാല്യൂ ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ദ ചേഞ്ച് ഇൻ അണ്ടർലൈയിങ് അസറ്റിൽ 1 രൂപയുടെ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഓപ്ഷൻ പ്രീമിയത്തിൽ എത്ര രൂപയുടെ വ്യത്യാസം ഉണ്ടാകും എന്നുള്ളത് ഡെൽറ്റ നമുക്ക് പറഞ്ഞു തരുന്നു. അത് നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഗാമ മെഷേഴ്സ് ദ റേറ്റ് അറ്റ് വിച്ച് ദ ഡെൽറ്റ ചേഞ്ചസ് ആസ് ദ അണ്ടർലൈയിങ് ചേഞ്ചസ്. മനസ്സിലാകുന്നുണ്ടോ? അതായത് അണ്ടർലൈയിങ്ങിൽ 1 രൂപയുടെ വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്പോൾ ഓപ്ഷൻ പ്രീമിയത്തിൽ എത്ര രൂപയുടെ വ്യത്യാസം വരുന്നു എന്നുള്ളത് ഡെൽറ്റ പറയുന്നു. എന്നാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച കാര്യമാണ്, ഈ ഡെൽറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് അതൊരു കോൺസ്റ്റന്റ് അല്ല. സ്പോട്ട് പ്രൈസ് മാറുന്നതിനനുസരിച്ച് ഡെൽറ്റയുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുമെന്ന് നമ്മൾ പഠിച്ചതാണ്. ഞാനൊന്ന് മുന്നിലേക്ക് പോയി കാണിച്ചു തരാം. ശരിയല്ലേ? ഇങ്ങനെ താഴെ സ്പോട്ട് പ്രൈസ് മാറുമ്പോൾ ഡെൽറ്റയുടെ വാല്യൂ മാറും എന്ന് നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ ആ ഡെൽറ്റയുടെ വാല്യൂ എങ്ങനെയാണ് മാറുക, എത്രയാണ് മാറുക എന്നുള്ളത് ഗാമ നമുക്ക് പറഞ്ഞു തരുന്നു.
അതായത് അണ്ടർലൈയിങ് അസറ്റിൽ 1 രൂപയുടെ വ്യത്യാസം വരികയാണെങ്കിൽ ഡെൽറ്റയുടെ വാല്യൂവിൽ എത്ര വ്യത്യാസം വരുന്നു എന്നുള്ളത് ഗാമ നമുക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് അറിയുന്നതിലൂടെ എന്ത് ബെനിഫിറ്റ്സ് ആണ്, എന്ത് യൂസ് ആണ് ഉള്ളത് എന്ന് മുന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അതിനു മുമ്പ് കുറച്ചുകൂടി നന്നായിട്ട് എന്താണ് ഗാമ എന്ന് നമുക്ക് മനസ്സിലാക്കാം. കുറെ കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് നിഫ്റ്റി 9200 നിന്ന് 9300 നീങ്ങുകയാണെങ്കിൽ ഒരു 100 രൂപയുടെ വ്യത്യാസം വരികയാണെങ്കിൽ അപ്പോൾ ഓപ്ഷൻ പ്രീമിയത്തിലെ എത്ര വ്യത്യാസം വരും എന്നുള്ളത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. ഡെൽറ്റ നോക്കുകയാണെങ്കിൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദാറ്റ് ബൈ നോയിങ് ദ ഡെൽറ്റ ഓഫ് ദ സ്പെസിഫിക് ഓപ്ഷൻ. ഓൾറെഡി പഠിച്ച കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇതേ മൂവ്മെന്റ് ഉണ്ടായപ്പോൾ അവിടെ ഡെൽറ്റയുടെ വാല്യൂവിന് എന്ത് ഡിഫറൻസ് വന്നിട്ടുണ്ടാകും? അത് കണ്ടെത്താൻ നമ്മളെ ഗാമ സഹായിക്കുന്നു. അതായത് വെൻ സച്ച് എ മൂവ്മെന്റ് ഇസ് ഡൺ, സച്ച് എ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 100 രൂപയുടെ ഡിഫറൻസ് അണ്ടർലൈയിങ് അസറ്റിൽ ഉണ്ടാകുമ്പോൾ ഡെൽറ്റയും മാറുന്നു. എന്നാൽ ഹൗ മച്ച് ഡസ് ദ ഡെൽറ്റ മൂവ് സ്പെസിഫിക്കലി? ആ ഒരു കാര്യം, ആ ഡെൽറ്റയുടെ മൂവ്മെന്റ് എത്രയാണ് എന്നുള്ളത് നമുക്ക് ഗാമ കിട്ടുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതാണ് ഗാമയുടെ യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എടുത്ത ആ ഒരു അപ്രോച്ച് തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. അതായത് ഡെൽറ്റ എന്ന് പറയുന്നത് by how many points will the option premium change for every 1 point change in the underlying. ശരിയല്ലേ? അത് കണ്ടെത്താനായിട്ട് നമ്മളെ ഡെൽറ്റ സഹായിക്കുന്നു. എന്നാൽ അതുപോലെ തന്നെ അണ്ടർലൈയിങ്ങിൽ 1 പോയിന്റ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഡെൽറ്റ എത്ര ചേഞ്ച് ആകുന്നു എന്നുള്ളത് നമ്മൾ കണ്ടെത്താനായിട്ട് ഗാമ സഹായിക്കുന്നു. അതായത് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ സ്കൂളിലെ മാത്തമാറ്റിക്സ് ഒക്കെ ഓർമ്മയുണ്ടെങ്കിൽ ഗാമ എന്ന് പറയുന്നത് അണ്ടർലൈയിങ് അസറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതിനൊരു അനാലോജി ആയിട്ട് പറയാനാണെങ്കിൽ ഡിസ്റ്റൻസും ടൈമും എടുക്കുകയാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. എന്നാൽ അതിന്റെ തന്നെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് അല്ലേ ആക്സലറേഷൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ കോറിലേറ്റ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇനി അതല്ല എങ്കിൽ തന്നെ ഇത്രയും പല രീതിയിലുള്ള എക്സ്പ്ലനേഷനിലൂടെ നിങ്ങൾക്ക് ഗാമ എന്താണെന്നും അത് എങ്ങനെ ഉപയോഗിക്കാമെന്നും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മുന്നിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ഡൗട്ട് ഗാമ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്താണ് എന്ന് മാത്രമായിരിക്കും. അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനെ പറ്റി അല്ലെങ്കിൽ കുറച്ചുകൂടി ഈസിലി മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇതിലേക്ക് നോക്കാം. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി പഠിച്ച കാര്യമാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ട് ഒന്നുകൂടി നിങ്ങൾക്ക് റിഫ്രഷ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് സ്പോട്ട് പ്രൈസ് മാറും തോറും ഡെൽറ്റയുടെ വാല്യൂ മാറുന്നത് നമ്മൾ പഠിച്ചതാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു കോൾ ഓപ്ഷന്റെ എക്സാമ്പിൾ ആണ്. പുട്ട് ഓപ്ഷൻ ആയിരുന്നെങ്കിൽ ഇതേപോലുള്ള കർവ് തന്നെ ആയിരിക്കും, എന്നാൽ നെഗറ്റീവ് റേഞ്ചിലായിരിക്കും എന്നുള്ളത് മാത്രമാണ് ഡിഫറൻസ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് ദ മണി നിയറിലാണ് നിൽക്കുന്നത് എങ്കിൽ 0ക്ക് നിയർ ആയിരിക്കും ഡെൽറ്റയുടെ വാല്യൂ എന്നും അറ്റ് ദ മണിയുടെ അടുത്ത് 0.5 ആയിരിക്കും ഡെൽറ്റയുടെ വാല്യൂ എന്നും അതുപോലെ തന്നെ ഇൻ ദ മണി ഡീപ്പ് ഇൻ ദ മണി ആണെങ്കിൽ ഡെൽറ്റയുടെ വാല്യൂ 1 ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ച കാര്യമാണ്. അതുപോലെ തന്നെ ഈ കർവ് എന്ന് പറയുന്നത് ലീനിയർ ആയിട്ടുള്ള കർവ് അല്ല, ഇങ്ങനെയുള്ള ഒരു എസ് പോലുള്ള ഒരു കർവാണ്. അറ്റ് ദ മണിയുടെ അടുത്തെത്തുമ്പോഴാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വ്യത്യാസം ഉള്ളത് എന്ന് നമ്മൾ പഠിച്ച കാര്യമാണ്. എന്നാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചപ്പോൾ ഡെൽറ്റ മാറുന്നു എന്ന് മാത്രമേ നമ്മൾ പഠിച്ചുള്ളൂ. എന്നാൽ അണ്ടർലൈയിങ്ങിൽ ഇത്ര രൂപയുടെ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഡെൽറ്റ എക്സാക്ട്ലി മാത്തമാറ്റിക്കലി ന്യൂമറിക്കലി എത്ര വാല്യൂവിൽ നിന്ന് എത്ര വാല്യൂവിലേക്ക് എക്സാക്ട്ലി പോകുമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കണ്ടെത്താനാണ് നമ്മളെ ഗാമ സഹായിക്കുന്നത്. നിങ്ങൾ ഇവിടെ നിന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ വി നോ ഡെൽറ്റാസ് വാല്യൂ കീപ്സ് ചേഞ്ചിങ് വിത്ത് ദ സ്പോട്ട് പ്രൈസ്. ശരിയാണല്ലോ, സ്പോട്ട് പ്രൈസ് മാറുമ്പോൾ ഡെൽറ്റയുടെ വാല്യൂ മാറുന്നുണ്ട്. അപ്പോൾ ഗാമ ഹെൽപ്സ് us അണ്ടർസ്റ്റാൻഡ് മാത്തമാറ്റിക്കലി ഹൗ മച്ച് ഡെൽറ്റ വിൽ ചേഞ്ച്. അങ്ങനെ ഡെൽറ്റയുടെ വാല്യൂ എക്സാക്ട്ലി എത്രയിൽ നിന്ന് എത്രയിലേക്ക് പോവുകയാണ് എന്ന് അറിയുകയാണെങ്കിൽ ഇൻ ടേൺ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നല്ല രീതിയിൽ ഓപ്ഷൻ സ്ട്രൈക്സ് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വ്യക്തമായിട്ട് ഇവിടെ ഒരു കൺക്ലൂഷൻ പോലെ എഴുതിയിരിക്കുന്നത് ഗാമ ഹെൽപ്സ് us അണ്ടർസ്റ്റാൻഡ് ദ ഡെൽറ്റ ആഫ്റ്റർ എ സ്പെസിഫിക് മൂവ്. അതിലൂടെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസസ് സെലക്ട് ചെയ്യാൻ പറ്റും ട്രേഡ് ചെയ്യാനായിട്ട്. അവിടെ മാത്രം തീരുന്നില്ല, ഗാമയും ഡെൽറ്റയും തമ്മിലുള്ള ബന്ധവും ഗാമയും വോളറ്റൈലിറ്റിയും തമ്മിലുള്ള ബന്ധവും ഗാമയും തീറ്റയും തമ്മിലുള്ള ബന്ധവും എല്ലാം മുന്നിലേക്ക് പോകുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. ഇതെല്ലാം മനസ്സിലായി കഴിയുമ്പോഴേക്കും തീർച്ചയായിട്ടും കുറെ കൂടി ബെറ്റർ രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻ സ്ട്രൈക്സ് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. മുന്നിലേക്ക് പോകുമ്പോൾ ഗാമയുടെ വാല്യൂസ് എന്തൊക്കെയാണ് എന്നും അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഡെൽറ്റയുടെ വാല്യൂ നമ്മൾ കണ്ടു, അത് 0നും 1നും ഇടയിലായിരിക്കും. കോൾ ഓപ്ഷന്റെ കേസിൽ പോസിറ്റീവ് ആയിരിക്കും, പുട്ട് ഓപ്ഷന്റെ കേസിൽ നെഗറ്റീവ് ആയിരിക്കും. ഗാമയുടെ വാല്യൂ നമ്മൾ നോക്കുകയാണെങ്കിലും അതും 0നും 1നും ഇടയിൽ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ് ഓപ്ഷൻ ഗ്രീക്സ് കാൽക്കുലേറ്റ് ചെയ്യാനും ഓപ്ഷൻ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യാനും എല്ലാം ഉപയോഗിക്കുന്നത് ബ്ലാക്ക് ആൻഡ് ഷോൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ പ്രൈസിംഗ് ഫോർമുലയാണ്. അതേ ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഗാമയുടെ വാല്യൂ എക്സാക്ട്ലി കണ്ടെത്താൻ പറ്റുന്നതാണ്. അങ്ങനെ എക്സാക്ട്ലി ന്യൂമറിക്കലി ആ വാല്യൂ കിട്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ ഡെൽറ്റയുടെ വാല്യൂ ന്യൂമറിക്കലി കണ്ടെത്താനും അങ്ങനെ വളരെ ഡീപ്പായിട്ട് വളരെ സയന്റിഫിക് ആയിട്ട് ഓപ്ഷൻ ട്രേഡിംഗ് നടത്താനും പറ്റുക. ഇനി അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പഠിച്ചതാണ് എക്സാക്ട് വാല്യൂ കണ്ടുപിടിക്കാൻ പോയില്ല എങ്കിൽ തന്നെ ഒരു ജനറലൈസേഷൻ ചെയ്തുകൊണ്ട് ഈസിലി നമുക്ക് ട്രേഡ് ചെയ്യുമ്പോൾ കുറെ ഇൻപുട്സ് എടുക്കാൻ പറ്റുന്നതാണ്. ആ ജനറലൈസേഷൻ എന്ന് പറയുന്നത്
മാക്സിമം ഗാമ നമുക്ക് കാണാൻ പറ്റുന്നത് മണീനെസ് അറ്റ് ദ മണി ആയിരിക്കുമ്പോഴാണ്. അവിടെ നിന്ന് മണീനെസ് ഇൻ ദ മണിയിലേക്ക് പോവുകയാണെങ്കിലും ഔട്ട് ഓഫ് ദ മണിയിലേക്ക് പോവുകയാണെങ്കിലും ഗാമ കുറഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇത് മുന്നിലേക്ക് പോകുമ്പോൾ ഇതിന്റെ ഗ്രാഫിലേക്ക് നോക്കിയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഞാൻ തൽക്കാലം ഇവിടെ വന്നിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതുപോലെ തന്നെ നമ്മൾ സിറോദയുടെ ഈ ഒരു ബ്ലാക്ക് ആൻഡ് ഷോൾസ് ഓപ്ഷൻ പ്രൈസിംഗ് ഫോർമുലയിലേക്ക് വന്നിട്ട് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ BSEയുടെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. ഈസിലി ഞാൻ ഈ ഒരു വെബ്സൈറ്റിലൂടെ കാൽക്കുലേഷൻ കാണിച്ചു തരികയാണ്. അപ്പോൾ ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഞാനിവിടെ ഓപ്ഷൻ ചെയിനിൽ പോയിട്ട് ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ ഡേറ്റ പോപ്പുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്പോട്ട് പ്രൈസ് 10,187 ആയിരുന്നു. നിഫ്റ്റിയുടെ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് 10,300 ആയിരുന്നു. എക്സ്പയറി ഞാൻ ഇട്ടിട്ടുണ്ട്. വോളറ്റൈലിറ്റി IBയുടെ വാല്യൂ നോക്കിയിട്ട് ഇംപ്ലൈഡ് വോളറ്റൈലിറ്റിയുടെ വാല്യൂ ഓപ്ഷൻ ചെയിനിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഈ ഇൻട്രസ്റ്റ് പെർസെന്റേജ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അങ്ങനെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇവിടെ കോൾ ഓപ്ഷന്റെ പ്രീമിയം എത്രയായിരിക്കണമെന്നും പുട്ട് ഓപ്ഷന്റെ പ്രീമിയം എത്രയായിരിക്കണമെന്നും കോൾ ഓപ്ഷന്റെ ഡെൽറ്റയും പുട്ട് ഓപ്ഷന്റെ ഡെൽറ്റയും അതുപോലെ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഗാമ എത്രയാണെന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നിന്ന് ഗാമയുടെ വാല്യൂ ബേസിക്കലി എങ്ങനെയായിരിക്കുമെന്നും അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നും അതിന്റെ ഒരു ചെറിയ ജനറലൈസേഷൻ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതിനെപ്പറ്റിയെല്ലാം വിശദമായിട്ട് മുന്നിലേക്ക് പോകുമ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ ആദ്യം കുറച്ച് എക്സാമ്പിൾസ് എടുത്തുകൊണ്ട് എങ്ങനെയാണ് ഗാമയെ പ്രാക്ടിക്കലി ഉപയോഗിക്കാൻ പറ്റുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് 10,187 ആണ്. എന്തുകൊണ്ടാണ് ഈ ഒരു എക്സാമ്പിൾ എടുത്തതെന്ന് വെച്ചാൽ ഇതിന്റെ വാല്യൂസ് ഞാൻ ഓൾറെഡി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 10,187 സ്പോട്ട് പ്രൈസ് ആണ്. ഓപ്ഷൻ സ്ട്രൈക്ക് തൽക്കാലം ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. 10,300ന്റെ ഒരു കോൾ ഓപ്ഷൻ ആണ് ഞാൻ സ്ട്രൈക്ക് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രീമിയം എന്ന് പറയുന്നത് 63 രൂപയാണ്. ഡെൽറ്റ നേരത്തെ കണ്ടതുപോലെ അവിടെ ഇട്ട് കാൽക്കുലേറ്റ് ചെയ്തതിലൂടെ കിട്ടിയത് +0.346 എന്നുള്ളതാണ്. ഗാമയും അതുപോലെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് 0.0014 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇനി അസംഷൻ എന്ന് പറയുന്നത് നിഫ്റ്റി 10,287ലേക്ക് നീങ്ങും എന്നുള്ളതാണ്. അതായത് നിഫ്റ്റിയിൽ ഒരു 100 രൂപയുടെ മൂവ്മെന്റ് ഉണ്ടാകും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ എനിക്കുണ്ട്. ആ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു 10,300 സ്ട്രൈക്ക് പ്രൈസ് ഉള്ള ഒരു കോൾ ഓപ്ഷൻ വാങ്ങാമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡേറ്റ എല്ലാം എന്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇതിലേക്ക് എൻറ്റർ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ ഒരു 100 രൂപയുടെ വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഓപ്ഷൻ പ്രീമിയത്തിൽ ഇപ്പൊ 63ലാണ് നിൽക്കുന്നത്. അത് മുന്നിലേക്ക് പോകുമ്പോൾ എത്ര വ്യത്യാസം ഉണ്ട് എന്ന് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ ഗാമയും അറിയുന്നത് കൊണ്ട് ഡെൽറ്റയിൽ എത്ര വ്യത്യാസം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവ്മെന്റ് ഉണ്ടായതിനു ശേഷം 10,287 എത്തുമ്പോൾ ഫൈനൽ ഡെൽറ്റ എത്രയായിരിക്കും എന്ന് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇവിടെ ഗാമ എനിക്ക് അവൈലബിൾ ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ കാണുന്ന കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. അതായത് ഓപ്ഷന്റെ പ്രീമിയത്തിൽ ഉണ്ടാകുന്ന മൂവ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഡെൽറ്റ ഇൻറ്റു ചേഞ്ച് ഇൻ അണ്ടർലൈൻ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇവിടെ ഡെൽറ്റ 0.346 ആണ്. ചേഞ്ച് ഇൻ അണ്ടർലൈൻ 100 ആണ്. അപ്പോൾ 34 രൂപ 60 പൈസയുടെ ഒരു ഡിഫറൻസ് ഓപ്ഷൻ പ്രീമിയത്തിൽ ഉണ്ടാകും അണ്ടർലൈൻ അസറ്റ് 100 രൂപ മുകളിലേക്ക് പോകുമ്പോൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പോൾ അതായത് ആ 100 രൂപ മൂവ്മെന്റ് കഴിയുമ്പോൾ ഓപ്ഷൻ പ്രീമിയം എന്ന് പറയുന്നത് നേരത്തെ 63ൽ നിന്ന് 34 രൂപ 60 പൈസ കൂടി ടോട്ടൽ 97.6ലേക്ക് എത്തുന്നു. അങ്ങനെ തീർച്ചയായിട്ടും നമുക്കൊരു ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നു. അപ്പോൾ ഇവിടെയാണ് ഇനി ഗാമ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ ഡെൽറ്റ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അതായത് തുടക്കത്തിലുള്ള ഡെൽറ്റ നമുക്ക് തീർച്ചയായിട്ടും അറിയുന്ന കാര്യമാണ് 0.346 ആണ്. എന്നാൽ ഈ ഒരു മൂവ്മെന്റിന് ശേഷം എത്ര ഡെൽറ്റ ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാലോ. അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഗാമ ഇൻറ്റു ചേഞ്ച് ഇൻ അണ്ടർലൈൻ ചെയ്താൽ മതി. അപ്പോൾ ഗാമ ഇവിടെ നമുക്ക് ഓൾറെഡി ആ ഒരു പ്രൈസിംഗ് ഫോർമുലയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇൻറ്റു 100 ചെയ്യുകയാണെങ്കിൽ 100 ആണല്ലോ ഇവിടെ ഉണ്ടായ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ 0.14 എന്ന ചേഞ്ച് ഇൻ ഡെൽറ്റ നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ഡെൽറ്റ എന്ന് പറയുന്നത് നേരത്തെ 0.346ൽ നിന്ന് 0.14 കൂടി ആഡ് ആയിട്ട് ഫൈനൽ ഡെൽറ്റ 0.486ലേക്ക് എത്തുന്നു. അപ്പോൾ നമ്മളിവിടെ ഡെൽറ്റയിൽ ഒരു ചെറിയ സ്റ്റഡി നടത്തുകയാണെങ്കിൽ കാണാൻ പറ്റുന്നു. ആദ്യം 0.346 ആയിരുന്നു, പിന്നീട് 0.486 ആയി. അതുകൊണ്ട് തന്നെ മണീനെസ്സിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നും ഔട്ട് ഓഫ് ദ മണിയിൽ നിന്ന് ഇതൊരു അറ്റ് ദ മണി സ്ട്രൈക്ക് പ്രൈസിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മൂവ്മെന്റ് കഴിയുമ്പോൾ അണ്ടർലൈങ്ങിനനുസരിച്ച് ഇതിന്റെ ഓപ്ഷൻ പ്രൈസിന് മുന്നിലേക്ക് പോകുമ്പോൾ മൂവ്മെന്റ് കൂടാനാണ് സാധ്യത എന്നുള്ളൊരു ഇൻഫറൻസ് കൂടി നമുക്ക് കിട്ടുന്നു. നിങ്ങളിത് വളരെ ഈസി ആയിട്ടും വ്യക്തമായിട്ടും ഫോളോ ചെയ്യുന്നു എന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഞാൻ മുന്നിലേക്ക് പോവുകയാണ്. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഇത് നേരത്തെ കണ്ട ഒരു എക്സാമ്പിൾ പോലെ തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. ഇവിടെ മാത്രം ഈ ഒരു സ്ക്രീനിന്റെ ഈ ഒരു ഭാഗത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ബാക്കി എല്ലാം സെയിം ആണ്. ഞാൻ മുന്നിലേക്ക് പോവുകയാണ്. കണ്ടോ, നിഫ്റ്റിയുടെ മൂവ്മെന്റിൽ മാത്രം വ്യത്യാസം എടുത്തിട്ടുള്ളൂ. കഴിഞ്ഞ എക്സാമ്പിൾ നിഫ്റ്റി 100 രൂപ മുകളിലേക്ക് പോകുമെന്നായിരുന്നു. ഈ ഒരു എക്സാമ്പിളിൽ നിഫ്റ്റി 100 രൂപ താഴോട്ട് വരുമെന്നുള്ളതാണ്. വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ പ്രീമിയത്തിന്റെ മൂവ്മെന്റിലേക്ക് നോക്കുകയാണെങ്കിൽ നേരത്തെ 34 രൂപ 60 പൈസ മുകളിലേക്ക് പോയപ്പോൾ ഇവിടെ
മൂവ്മെന്റ് താഴോട്ടായതുകൊണ്ട് 34 രൂപ 60 പൈസ താഴോട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ പ്രീമിയം കുറഞ്ഞ് 28.4 രൂപയിലേക്ക് എത്തുന്നു. ഇവിടെയും ചേഞ്ച് ഇൻ ഡെൽറ്റ നോക്കുകയാണെങ്കിൽ ഗാമ ഇൻറ്റു ചേഞ്ച് ഇൻ അണ്ടർലൈങ് എന്നുള്ളതാണ്. ഗാമ സെയിം തന്നെയാണ്, എന്നാൽ അണ്ടർലൈങ് ചേഞ്ച് ഇൻ അണ്ടർലൈങ് എന്നുള്ളത് -100 ആണ്. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ ഡെൽറ്റ എന്ന് പറയുന്നത് -0.14 ആണ്. എന്തുകൊണ്ടാണ്? കാരണം അണ്ടർലൈങ് താഴോട്ടാണ് നീങ്ങിയത്. അപ്പോൾ ന്യൂ ഡെൽറ്റ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡെൽറ്റ കുറഞ്ഞുകൊണ്ട് ഒറിജിനൽ ഡെൽറ്റയിൽ നിന്ന് കുറഞ്ഞുകൊണ്ട് 0.206 വന്നത് കാണാൻ പറ്റുന്നു. അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ഇത് ഔട്ട് ഓഫ് ദ മണി മണീനസിൽ നിന്ന് ഡീപ്പ് ഔട്ട് ഓഫ് ദ മണി മണീനസിലേക്ക് നീങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മുന്നിലേക്ക് പോകുമ്പോൾ ഒരു പുട്ട് ഓപ്ഷന്റെ എക്സാമ്പിൾ കൂടി നമുക്ക് എടുക്കാം. ഇവിടെ പുട്ട് ഓപ്ഷന്റെ കേസിൽ നോക്കുകയാണെങ്കിലും സ്പോട്ട് പ്രൈസും സ്ട്രൈക്ക് പ്രൈസും എല്ലാം സെയിം ആണ്, എന്നാൽ പ്രീമിയത്തിലും ഡെൽറ്റയിലും വ്യത്യാസമുണ്ട്. ഗാമ രണ്ടിന്റെ കേസിലും സെയിം തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിഫ്റ്റിയുടെ കേസിൽ താഴോട്ട് നിഫ്റ്റി 100 രൂപ താഴോട്ട് നീങ്ങിയതായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ പ്രീമിയത്തിൽ എന്ത് ചേഞ്ച് ആണ് വരിക? ഡെൽറ്റ ഇൻറ്റു ചേഞ്ച് ഇൻ അണ്ടർലൈൻ. ഡെൽറ്റ എത്രയാണ്? -0.654 ആണ് ഇൻറ്റു മൂവ്മെന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് മൂവ്മെന്റ് ആണ്, -100 ആണ്. അപ്പോൾ 65.4 പോസിറ്റീവ്ലി മുകളിലേക്ക് ഓപ്ഷൻ പ്രീമിയം മൂവ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ ഫൈനൽ ഓപ്ഷൻ പ്രീമിയം എന്ന് പറയുന്നത് 171.6 പ്ലസ് ഈ 65.4 ചെയ്യുമ്പോൾ 237 റുപ്പീസിലേക്ക് വന്നു നിൽക്കുകയാണ്. നിഫ്റ്റിയിൽ ഒരു 100 രൂപയുടെ ഡൗൺ മൂവ്മെന്റ് ഉണ്ടായപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് പുട്ട് ഓപ്ഷന്റെ കേസാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അണ്ടർലൈങ് അസറ്റ് താഴോട്ട് വന്നപ്പോൾ ഓപ്ഷന്റെ പ്രീമിയം മുകളിലേക്ക് പോകുന്നത് നമ്മൾ കാണാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ തുടക്കത്തിലുള്ള ഓപ്ഷൻസിന്റെ തുടക്കത്തിലുള്ള വീഡിയോ പറഞ്ഞ കാര്യമാണ്. അത് ഇവിടെ മാത്തമാറ്റിക്കലി പ്രൂവ് ആകുന്നത്, വാലിഡേറ്റ് ആകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ശരിയല്ലേ? താഴോട്ട് വരികയാണെങ്കിൽ ചേഞ്ച് ഇൻ ഡെൽറ്റയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഗാമ ഇൻറ്റു ചേഞ്ച് ഇൻ അണ്ടർലൈങ് എന്നുള്ളതാണ്. ഗാമ ഈ ഒരു വാല്യൂ ആണ്, അണ്ടർലൈങ് -100 ആണ്. അതുകൊണ്ട് തന്നെ ചേഞ്ച് ഇൻ ഡെൽറ്റ എന്ന് പറയുന്നത് -0.14 ആണ്. അപ്പൊ ന്യൂ ഡെൽറ്റ എന്ന് പറയുന്നത് ആദ്യത്തെ ഡെൽറ്റ പ്ലസ് ചേഞ്ച് ഇൻ ഡെൽറ്റ എന്നുള്ളതാണ്. അങ്ങനെ -0.794 ആണ് ഫൈനൽ ഡെൽറ്റ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അതായത് ആദ്യമേ ഇത് ഇൻ ദ മണി ഓപ്ഷൻ ആയിരുന്നു, അതിനുശേഷം ഇവിടെ ഒരു ചേഞ്ച് ഉണ്ടായതിനു ശേഷം ഇത് ഡീപ്പ് ഇൻ ദ മണിയിലേക്ക് പോയത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾസ് എടുത്തതിലൂടെ വളരെ ഈസിലി ഗാമ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഗാമ മനസ്സിലാക്കുന്നതിലൂടെ ഫൈനൽ ഡെൽറ്റ കണ്ടെത്താനും അതിലൂടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ പ്രൈസസ് എങ്ങനെ മുന്നിലേക്ക് മൂവ് ചെയ്യാൻ സാധ്യത ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാനും അതിലൂടെ ഫൈനലി എങ്ങനെ ഓപ്ഷൻ സ്ട്രൈക്സ് കുറെ കൂടി ഇന്റലിജന്റ്ലി സെലക്ട് ചെയ്യാം എന്നുള്ളതും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. മുന്നിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടി ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് ഡെൽറ്റ വേഴ്സസ് സ്പോട്ട് പ്രൈസ്. അതായത് വൈ ആക്സിസിൽ ഡെൽറ്റ പ്ലോട്ട് ചെയ്യുകയും എക്സ് ആക്സിസിൽ സ്പോട്ട് പ്രൈസും പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റയുടെ കേസിൽ ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഉള്ളതായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പഠിച്ചതാണ്. അതായത് ഔട്ട് ഓഫ് ദ മണിയിലേക്കും ഡീപ്പ് ഔട്ട് ഓഫ് ദ മണിയിലേക്കും പോവുകയാണെങ്കിൽ വലിയ ഒരു ചേഞ്ച് ഒന്നും ഡെൽറ്റയിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇൻ ദ മണിയിലും ഡീപ്പ് ഇൻ ദ മണിയിലേക്കും പോവുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്പോട്ട് പ്രൈസ് നീങ്ങുന്നതിനനുസരിച്ച് ഡെൽറ്റയിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകില്ല. ഡെൽറ്റയിലെ മേജർ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ നടക്കുന്നത് സ്പോട്ട് പ്രൈസ് അറ്റ് ദ മണിയിൽ നിൽക്കുമ്പോഴാണ്. ആ ഒരു സ്റ്റേജിനാണ് ടേക്ക് ഓഫ് സ്റ്റേജ് എന്നും ആക്സലറേഷൻ സ്റ്റേജ് എന്ന് പോലും വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് അറ്റ് ദ മണിയുടെ അടുത്ത് സ്പോട്ട് പ്രൈസ് നിൽക്കുമ്പോഴാണ് ഡെൽറ്റയിൽ ഏറ്റവും കൂടുതൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. ഗാമ എന്ന് പറയുന്നത് ഡെൽറ്റയിൽ എത്ര വ്യത്യാസം വരുന്നു എന്ന് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ വേറെ എങ്ങോട്ടും നോക്കാതെ നിങ്ങൾ ലോജിക്കലി ആലോചിക്കുകയാണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് ഡെൽറ്റ പെട്ടെന്ന് നീങ്ങുന്നുണ്ട് എങ്കിൽ ഈ ഒരു സ്ഥലത്തെ ഗാമ കൂടുതലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ? അതുപോലെ ഈ ഒരു സ്ഥലത്തും ഡെൽറ്റ വളരെ കുറച്ച് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ എങ്കിൽ അവിടെ ഗാമ കുറവായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ? അപ്പോൾ അതേ കാര്യം അത് നിങ്ങൾക്ക് ലോജിക്കലി മനസ്സിലായിട്ടുണ്ടെങ്കിൽ മുന്നിലേക്ക് ഈ ഒരു ഗ്രാഫിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഗാമ വേഴ്സസ് സ്പോട്ട് പ്രൈസ് എന്നുള്ളത് വളരെ ഈസി ആയിട്ട് മനസ്സിലാകും. ഇതിന്റെ നല്ലൊരു ഗ്രാഫ് എവിടെയും ഓൺലൈൻ കിട്ടാനുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഒരു പേപ്പറിൽ എനിക്ക് തന്നെ വരയ്ക്കേണ്ടി വന്നു. അങ്ങനെ ഞാൻ ഫോൺ ഉപയോഗിച്ച് സ്കാൻ ചെയ്തിട്ട് പ്രസന്റേഷനിലേക്ക് കയറ്റിയതാണ്. ഗ്രാഫ് വളരെ പെർഫെക്റ്റ് ഒന്നും അല്ല എങ്കിലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കൺവേ ആകുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വൈ ആക്സിസിൽ ഗാമയാണുള്ളത്, എക്സ് ആക്സിസിൽ സ്പോട്ട് പ്രൈസ് ആണുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അറ്റ് ദ മണിയുടെ അടുത്താണ് സ്പോട്ട് പ്രൈസ് നിൽക്കുന്നതെങ്കിൽ അവിടെ ഡെൽറ്റയുടെ വ്യത്യാസങ്ങൾ വളരെ പെട്ടെന്ന് നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെയായിരിക്കും ഗാമ ഏറ്റവും കൂടുതലുള്ളത്. അതുപോലെ ഡീപ്പ് ഇൻ ദ മണിയിലേക്കും ഡീപ്പ് ഔട്ട് ഓഫ് ദ മണിയിലേക്കും പോവുകയാണെങ്കിൽ ഗാമയുടെ വാല്യൂവും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഗ്രാഫാണ് നമുക്ക് കാണാൻ കഴിയുക. ഒന്നുകൂടി പറയുകയാണ്, ലോജിക്കലി ആലോചിച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ജനറലൈസേഷനിലേക്ക് നമ്മൾ എത്തേണ്ടത്. ഞാൻ ഇവിടെ പറഞ്ഞിരുന്നില്ലേ, അതായത് അറ്റ് ദ മണിയുടെ അടുത്ത് മാക്സിമം
ഗാമ നമുക്ക് കാണാൻ പറ്റുമെന്നും ഇൻ ദ മണി, ഡീപ്പ് ഇൻ ദ മണിയിലേക്കും ഡീപ്പ് ഔട്ട് ഓഫ് ദ മണിയിലേക്കും പോകുമ്പോൾ ഗാമയുടെ വാല്യൂ കുറഞ്ഞു വരും എന്നുള്ളത് നമ്മൾ ആദ്യമേ പറഞ്ഞ കാര്യമാണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ഈ ഒരു ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വേറൊരു കാര്യം ഇവിടെ ആഡ് ചെയ്യാനുള്ളത്, നമ്മൾ ഡെൽറ്റ വേഴ്സസ് സ്പോട്ട് പ്രൈസ് പഠിച്ചപ്പോൾ നമുക്ക് അറിയാമായിരുന്നു ഇവിടെ ഈ ഒരു ടോപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഇത് 1 ആണെന്നും, ഈ ഒരു വൈ ആക്സിസിൽ ഈ വാല്യൂ നോക്കുകയാണെങ്കിൽ ഇവിടെ 1 ആണെന്നും, അതുപോലെ ഈ ഒരു സ്റ്റേജിലെ ഇവിടുത്തെ വാല്യൂ 0 ആണ് എന്ന് നമുക്ക് അറിയാമായിരുന്നു. എന്നാൽ ഗാമയുടെ കേസിൽ പറയുകയാണെങ്കിൽ ഇതിന്റെ പീക്ക് എന്ന് പറയുന്നത് എക്സാക്ട്ലി 1 ആണ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതായത് ഓപ്ഷന്റെ അണ്ടർലൈയിങ് അസറ്റിന്റെ വാല്യൂയും അതിന്റെ മറ്റ് വാല്യൂസിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഗാമയുടെ അബ്സല്യൂട്ട് വാല്യൂ വരിക. എല്ലാ ഓപ്ഷന്റെ കേസിലും ഗാമയുടെ മാക്സിമം വാല്യൂ 1 ആയിരിക്കണം എന്നില്ല. അത് ഞാൻ പറഞ്ഞതുപോലെ പല ഫാക്ടേഴ്സിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. മാക്സിമം വാല്യൂ 1 ആകാമെന്നേ ഉള്ളൂ, 1 ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. 0നും 1നും ഇടയിലായിരിക്കും വാല്യൂസ് എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ATM-ന് അടുത്തായിരിക്കും ഹയസ്റ്റ് വാല്യൂ എന്നും സൈഡിലേക്ക് പോകുന്നതോറും വാല്യൂ കുറഞ്ഞു വരും എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ മുന്നിലേക്ക് പോകുമ്പോൾ ഗാമയും ഡെൽറ്റയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റൈറ്റ് ഓപ്ഷൻ സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളതിനെ കുറച്ചുകൂടി നന്നായിട്ട് ഒന്ന് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. അതായത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള പഠിച്ചിട്ടുള്ള കാര്യമാണ്. അറ്റ് ദ മണിയുടെ അടുത്താണ് സ്പോട്ട് പ്രൈസ് നിൽക്കുന്നതെങ്കിൽ ഡെൽറ്റ വളരെ പെട്ടെന്ന് റാപ്പിഡ്ലി നീങ്ങുമെന്ന് നമ്മൾ പഠിച്ച കാര്യമാണ്. അതുപോലെ തന്നെ OTM-ലേക്ക് നീങ്ങുകയാണെങ്കിൽ, ITM-ലേക്ക് നീങ്ങുകയാണെങ്കിൽ ഡെൽറ്റയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് വളരെ സ്ലോ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന 3 പോയിന്റ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച കാര്യവുമാണ്. അപ്പോൾ ഡെൽറ്റയിൽ നിന്ന് ഇത്ര കാര്യങ്ങൾ നമ്മൾ മനസ്സിലായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഗാമയും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടി നല്ല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അതായത് അറ്റ് ദ മണിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇൻ ദ മണിയിൽ നിൽക്കുന്ന ഓപ്ഷൻസിനെ ഷോർട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. അങ്ങനെയുള്ള ഓപ്ഷൻസിന് ഇൻ ദ മണിയിൽ എക്സ്പയർ ആകാനുള്ള പ്രോബബിലിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുന്ന ഓപ്ഷൻസിനെ ഷോർട്ട് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ സെക്കൻഡ് പോയിന്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻസ് എന്ന് പറയുന്നത് അവര് ഷോർട്ട് ചെയ്യാനായിട്ട് നല്ല കാൻഡിഡേറ്റ്സ് ആണ്. OTM options are great candidates for short trades, assuming you intend to hold these short trades up to expiry, wherein you expect the option to expire worthless. ശരിയല്ലേ? നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ വാങ്ങിച്ചിട്ട് എക്സ്പയറി വരെ അത് ഹോൾഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എക്സ്പയറി ആകുമ്പോൾ ഇത് വെർത്ത്ലെസ് ആയിട്ട് 0 റുപ്പീസിലേക്കാണ് ഇത് ചെല്ലുന്നത് എന്ന് വിചാരിച്ചിട്ടാണല്ലോ നിങ്ങൾ ഷോർട്ട് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ ഷോർട്ട് ചെയ്യുകയാണെങ്കിൽ ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻസിനെ ഷോർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളൊരു പാഠം നമുക്ക് ഇവിടെ പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമുക്ക് എന്തായാലും ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. എന്താണ് ഡെൽറ്റ എന്നും എന്താണ് ഗാമ എന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. മുന്നിലേക്ക് പോകുമ്പോൾ അവസാനം ഒരു കൺക്ലൂഡിംഗ് വീഡിയോ നമ്മൾ ചെയ്യേണ്ടി വരും. അതിൽ ഡെൽറ്റ വേഴ്സസ് ടൈം, ഡെൽറ്റ വേഴ്സസ് വോളറ്റൈലിറ്റി, ഗാമ വേഴ്സസ് ടൈം, ഗാമ വേഴ്സസ് വോളറ്റൈലിറ്റി. ബേസിക്കലി എല്ലാ ഓപ്ഷൻ ഗ്രീക്സും അവർക്ക് പരസ്പരം ഇന്റർ ഡിപ്പെൻഡൻസീസും ഉണ്ട്. അതുകൂടി മനസ്സിലാക്കുമ്പോഴാണ് വളരെ വ്യക്തമായിട്ട് നമുക്കൊരു ഐഡിയ കിട്ടുന്നതും വളരെ ഈസിലി വ്യക്തമായിട്ട് നമുക്ക് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനും പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. സംഭവം വളരെ ഈസിയാണ്. ഡെൽറ്റ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗാമ മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെയാണ്. അല്ലാതെ വളരെ വ്യത്യസ്തമായ പുതിയ കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കോൺഫിഡന്റ് ആയതിനു ശേഷം മാത്രം പേപ്പർ ട്രേഡും ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ ഓപ്ഷൻസിൽ ട്രേഡ് എടുക്കുക. ഒരു തവണ കൂടി ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്, ബിഗിനേഴ്സ് ആയിട്ടുള്ളവര്, ഇക്വിറ്റിയിൽ ക്യാഷ് മാർക്കറ്റിൽ പോലും ഇതുവരെ എക്സ്പീരിയൻസ്ഡ് ആകാത്തവര്, ട്രേഡിംഗിൽ പുതിയതായിട്ടുള്ളവര് തീർച്ചയായിട്ടും ഓപ്ഷൻസിൽ നിന്ന് മാറി നിൽക്കുക. ഇത് കുറെയൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റിസ്ക് മാനേജ് ചെയ്യാൻ അറിയുന്നവർക്ക്, ഓപ്ഷൻസിനെ പറ്റി പഠിക്കാൻ കുറെ നാൾ കാത്തിരുന്നിട്ട് മേ ബി പല സ്ഥലത്തും അവസരം കിട്ടാത്തവർക്ക് മാത്രമായിട്ട്, അങ്ങനെയുള്ളവരെ മാത്രം ഇന്റന്റ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് ബെനിഫിഷ്യൽ ആയി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും കമന്റ് ചെയ്ത് ചോദിക്കുക. ഇങ്ങനെയുള്ള വീഡിയോസിനൊക്കെ തീർച്ചയായിട്ടും എല്ലാ കമന്റ്സിനും തന്നെ ഞാൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. കാരണം അത്ര വാല്യൂബിൾ ആയിട്ടുള്ള ഡൗട്ട്സ് ആയിരിക്കുമല്ലോ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട്, ഇത് പഠിക്കാനായിട്ട് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യാനൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഓപ്ഷൻസിനെ പറ്റി പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ആ ഒരു എക്സ്പീരിയൻസും അത്ര സ്കിൽസും അവർക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. വീഡിയോ കണ്ടതിന് വളരെ അധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.